മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ അതിന് തുടർച്ചയുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് നന്നായിട്ട് വായിച്ച് അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ കൂടുതൽ ചെയ്യുന്തോറുമാണ് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് വരികയുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ച് അത് വീഡിയോ പോസ് ചെയ്ത് നന്നായിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓൺ ചെയ്ത് ഡൗട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: A long wire is bent as shown in the figure. What will be the magnitude and direction of the field at the center O of the circular portion if a current I is passed through the wire? Assume that the various portion of the wire do not touch at the point. ക്ലിയർ? ഇങ്ങനെ ഒരു പിക്ചർ കൂടി ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഈ രീതിയിൽ വയർ വന്ന് ഇതൊരു സർക്കുലാർ ഫോമിൽ ബെൻഡ് ചെയ്യപ്പെട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള ഒരു പിക്ചർ കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പിക്ചർ. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ കറണ്ട് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ദെൻ ആ കറണ്ട് ഈ സർക്കുലാർ പോർഷനിലൂടെ കടന്നുപോയി സർക്കുലേറ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ പോകുന്നു. ക്ലിയർ? അപ്പോൾ ഇത്ര മാത്രമാണുള്ളത്. ഇതിൽ ഈ പോയിന്റിലെ, ഈ സെൻട്രൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനാണ് ക്വസ്റ്റ്യനിലുള്ളത്. പി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് എന്താണത്? അസ്യൂം ദാറ്റ് ദ വാരിയസ് പോർഷൻ ഓഫ് ദ വയർ ഡു നോട്ട് ടച്ച് അറ്റ് ദ പോയിന്റ്. ഇവിടെ ഈ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ രണ്ട് വയറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാതെ എന്താ പ്രശ്നം? ടച്ച് ചെയ്താൽ കറണ്ട് നേരെ അങ്ങ് പോവുകയേ ചെയ്യുള്ളൂ, ഈ സർക്കുലേറ്റ് ചെയ്യേണ്ട ഭാഗത്തേക്ക് പോകണമെന്നില്ല. ക്ലിയർ? അപ്പം അങ്ങനെയല്ല, കറണ്ട് ഇങ്ങനെ വന്ന് സർക്കുലേറ്റ് ചെയ്താണ് പോകുന്നത്. ഇവിടെ രണ്ട് വയറുകൾക്കിടയിൽ എന്തില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, കോണ്ടാക്ട് ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ സർക്കുലാർ പോർഷനിലെ സെൻട്രൽ പോയിന്റിൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. ക്ലിയർ? ഇവിടെ നമുക്ക് രണ്ട് പാർട്ട് വരുന്നുണ്ട് ഇവിടെ അല്ലേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ അറിയാം. നമുക്ക് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് ഒരു സർക്കുലാർ കോയിലും ഉണ്ട്. രണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടിൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്നെടുക്കുന്നു. ആർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്നുള്ള ദൂരമായിട്ട് എടുക്കാം. അതുപോലെ ഈ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആറിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, എന്തായിരുന്നു ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചിരുന്നത്? എന്തായിരുന്നു നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചത്? ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലേ? എന്തായിരുന്നു? ബി, അല്ലെങ്കിൽ ഞാൻ B1 എന്ന് കൊടുക്കാം. B1 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? μ0 I/2πr അല്ലേ? ഇതായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ, സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ നമുക്കിവിടെ സർക്കുലാർ കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ B2 എന്ന് കൊടുക്കാം. B2 ഈക്വൽ ടു എന്താണ്? μ0 I/2r അല്ലേ? നമ്മൾ ബയോട്ട് സർവാസറിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോൾ ആക്സിയൽ ഫീൽഡ് കാണാൻ പഠിച്ചിട്ട് സെൻട്രൽ പോർഷനിൽ x0 കൊടുത്തുകൊണ്ട് കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ആയിരുന്നത് എന്താണ്? അറ്റ് സെൻറ്റർ ഓഫ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 I/2r. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. അപ്പോൾ രണ്ട് കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫീൽഡുകളെ ആഡ് ചെയ്യണോ അതോ സബ്ട്രാക്ട് ചെയ്യണോ എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫീൽഡിൻ്റെയും B1-ൻ്റെയും B2-ൻ്റെയും എന്ത് കാണേണ്ടതുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം. എങ്ങനെ ഡയറക്ഷൻ കാണാം? നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ കാണണം. നോക്കൂ, ഈ
സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഞാൻ തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നോക്കൂ, അപ്പർ പോർഷനിൽ ഔട്ട്വേർഡ് ആണ് അല്ലെ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണത്. അപ്പൊ അപ്പർ പോർഷനിൽ എന്താണ്? ഔട്ട്വേർഡ് ആണ്. അപ്പൊ B1 എന്നുള്ളത് എങ്ങോട്ടാണ്? ഔട്ട്വേർഡ് ആണ്. B2യെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, B2 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കാണാം. എങ്ങനെയാ? സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ ഡയറക്ഷനിൽ കേൾഡ് ഫിംഗേഴ്സ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും തമ്പ് പോയിന്റ് ചെയ്യുക എന്നുള്ള റൂൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സർക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിലേക്ക് എൻ്റെ വലത് കൈയുടെ കേൾഡ് ഫിംഗേഴ്സ് ഞാൻ വെക്കുകയാണെങ്കിൽ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? അപ്പൊ അതും എന്ത് തന്നെയാണ്? ഔട്ട്വേർഡ് ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ട് ഫീൽഡും എന്താണ്? പുറത്തേക്കാണ്. ഇപ്പൊ രണ്ട് ഫീൽഡും പുറത്തേക്കായതുകൊണ്ട് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? അവ ആഡ് ചെയ്തുകൊണ്ട് റിസൾട്ടിലേക്ക് എത്താം. Therefore the total magnetic field B equal to നമുക്ക് എന്ത് എഴുതാം? B1 plus B2 എന്ന് എഴുതാം. That is equal to simply mu 0 I by 2 pi r plus എന്ന് എഴുതാം mu 0 I by 2r എന്ന് എഴുതാം. ക്ലിയർ? ഇനി ഇതിനെ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ഇതിൽ കോമൺ എന്താണ്? mu 0 I by 2r എന്നുള്ളത് കോമൺ ആണ്. ദെൻ ആ കോമൺ ടേമിനെ നമുക്ക് പുറത്തെടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു mu 0 I by 2r എടുത്താൽ ഇതിൽ ബാക്കിയുള്ള എന്താ? 1 പ്ലസ് പൈ ആണ് പ്ലസ് 1. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് ഇതിനെ എഴുതാം. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ വാല്യൂസ് കൊടുത്ത് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസർ അല്ലെ കറണ്ടിന്റെയോ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിന്റെയോ ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ ആൻസർ അത്തരത്തിൽ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിലൊരു ചേഞ്ച് വരാവുന്നത് ഇത് എപ്പോഴും ആഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നോക്കൂ, ഇത് ഇങ്ങനെയാണ് നമുക്ക് തന്നുള്ള പിക്ചർ എങ്കിലോ ഇങ്ങനെ ഒരു പിക്ചർ ആയിരുന്നുവെങ്കിൽ നോക്കൂ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഫീൽഡുകളുടെ പ്രത്യേകത എന്തായിരിക്കും? നോക്കൂ, നേരത്തെ പോലെ റൈറ്റ് സൈഡിലേക്കാണ് ഫീൽഡ് എങ്കിൽ സെൻട്രൽ എന്തായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. എന്നാൽ ഈ സർക്കുലർ കറണ്ടിന്റെ പ്രത്യേകത ഇങ്ങനെ വന്ന കറണ്ട് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഇൻവേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ B1ഉം B2ഉം അവിടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യണം. അവിടെ എന്ത് വരും? B1 മൈനസ് B2 വരും. ആൻസർ ഇവിടെ പ്ലസിന് പകരം എന്താവും? മൈനസ് ആവും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുകളാണ്. നോക്കുക, ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആഡീഷൻ ആണ് വരുന്നത്, ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അത്തരത്തിലുള്ള പല ഷേപ്പിലുള്ള കണ്ടക്ടേഴ്സ് വെച്ച് നമുക്ക് വരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ഓരോ ഷേപ്പിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഇക്വേഷൻസ് നമുക്ക് അറിയാം. അത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ കൂടി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ. ക്ലിയർ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ സോളിനോയിഡ് കൺസിസ്റ്റ് ഓഫ് 20 turns per centimeter. What current is necessary to produce a magnetic field of 20 millitesla inside the solenoid? ഓക്കെ, സോളിനോയിഡുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോയുടെ ആപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ സോളിനോയിഡും ടോറോയിഡും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോളിനോയിഡിന്റെ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? mu 0 Ni. ക്ലിയർ? അപ്പോൾ അതുമായി ബന്ധമുള്ള ഒരു പ്രോബ്ലം ആണത്. പ്രോബ്ലം വായിക്കുക. ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണുള്ളത്? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ 20 ആണ്. അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചു. എന്താണത്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെ, സ്മോൾ n. ക്ലിയർ? അപ്പൊ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മീറ്റർ ആണ് അല്ലെ. നമ്മൾ SI യൂണിറ്റ് ആവുമ്പോൾ മീറ്ററിലുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. അപ്പോൾ ഒരു സെന്റിമീറ്ററിൽ 20 ടേൺസ് എന്ന് പറയുമ്പോൾ ഒരു മീറ്ററിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കൂ, 20 ടേൺസ് പെർ സെന്റിമീറ്റർ എന്നാണ്. അതിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? എന്നിന്റെ വാല്യൂ അങ്ങനെയാണ് നമുക്ക് തന്നുള്ളത് അല്ലെ, സ്മോൾ എന്നിന്റെ വാല്യൂ. അതിന് നമ്മൾ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? 20 ×
10⁻² മീറ്റർ ഇൻവേഴ്സ് എന്ന് കൊടുക്കണം. ക്ലിയർ? കാരണം നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിന് നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്? മീറ്റർ ഇൻവേഴ്സിൽ മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 2000 ടേൺസ് പെർ മീറ്റർ എന്ന് കൺവേർട്ട് ചെയ്യപ്പെടും. എന്തായാലും നമുക്ക് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആ സെന്റിമീറ്റർ ഇൻവേഴ്സിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ മറന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഫൈനൽ ആൻസർ തെറ്റിപ്പോവും. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. ബി ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ടോ? 20 മില്ലി ടെസ്ലയാണ്. മില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിലൂടെ ഒഴുകേണ്ട കറണ്ട് എത്രയാണെന്നുള്ള. ക്ലിയർ? ക്വസ്റ്റ്യൻ നോക്കൂ ഇനി. സോളിനോയിഡ് കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് പെർ സെന്റിമീറ്റർ. വാട്ട് കറണ്ട് ഈസ് നെസസറി അല്ലെ, എത്ര കറണ്ട് വേണമെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 20 മില്ലി ടെസ്ല ഇൻസൈഡ് ദ സോളിനോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോളിനോയിഡിന്റെ ഉള്ളിലുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാം. എന്താ ഇക്വേഷൻ? ബി ഈക്വൽ ടു μ0 ni. ക്ലിയർ? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ആ ഇക്വേഷൻ അറിയെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് i ആണ്. i is equal to നമുക്ക് എന്ത് കൊടുക്കാം? b by μ0 into n. ഓക്കെ, ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ i is equal to നമുക്ക് എന്ത് കൊടുക്കാം? ബിയുടെ വാല്യൂ എത്രയാ? 20 into 10⁻³ ദെൻ താഴെ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? ഒന്ന് μ0 നമുക്കറിയാം 4π into 10⁻³ ആണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14. 4π into 10⁻⁻7. ദെൻ എന്നിന്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതി. എന്താണത്? ഇൻറ്റു 20 into 10⁻². ക്ലിയർ? അപ്പൊ എങ്ങനെയാണ് വാല്യൂ കിട്ടുക? ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ നമുക്ക് എത്രയാണ്? 80 ആംപിയർ എന്നാണ്. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാം. ബി ഈക്വൽ ടു എത്രയാണ്? μ0 ni. ഇതിൽ ഫീൽഡും നമ്പർ ഓഫ് ടേൺസും തന്നിട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഈസി പ്രോബ്ലം ആയിരുന്നു. എന്തായാലും സോളിനോയിഡുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ ആൻസർ കിട്ടിയ എത്രയാണ്? 80 ആംപിയർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അത് ക്വസ്റ്റ്യൻ എഴുതി എടുക്കുക. എ ടോറോയിഡ് ഹാസ് a core of inner radius 25 cm and outer radius 26 cm around which 3500 turns of wire are wound. If the current in the wire is 11 ampere, what is the magnetic field? Clear? ഇവിടെ ഫീൽഡ് കാണാനാണ്. മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളത്. അല്ലെ, എ പാർട്ട് ഔട്ട്സൈഡ് ദ ടോറോയിഡ് and B part inside the core of the toroid, C part in the empty space surrounded by the toroid. ക്ലിയർ? അപ്പോൾ ടോറോയിഡുമായി റിലേറ്റ് ചെയ്യുന്ന, നമ്മൾ സോളിനോയിഡുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ടോറോയിഡുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണേണ്ട ഇക്വേഷൻ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ സോളിനോയിഡിൻ്റെ അതേ ഇക്വേഷനാണ് എന്തിനും പഠിച്ചിട്ടുള്ളത്? ടോറോയിഡിൻ്റെ ഫീൽഡ് കാണാനും പഠിച്ചിട്ടുള്ളത്. പക്ഷേ ടോറോയിഡിൻ്റെ ഫീൽഡ് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു? സോളിനോയിഡിൻ്റെ ഫീൽഡ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് സോളിനോയിഡിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ടോറോയിഡിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കുലർ ഷേപ്പിൽ വെച്ചിട്ടുള്ള ഒരു സോളിനോയിഡ് ആണ് എന്ത്? ടോറോയിഡ്. അങ്ങനെയാണെങ്കിൽ ഈ ടോറോയിഡിന്റെ ഉള്ളിലെ ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് എത്രയാണ് പാസ് ചെയ്യുന്ന? കറണ്ട് 11 ആംപിയർ ആണ്. ദെൻ ഇതിനുള്ളിൽ ഒരു കോറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഈ വയറ് ചുറ്റിയിട്ടുള്ളത് ഒരു കോറിന്റെ മുകളിലാണ്. ഇങ്ങനെ ഒരു കോറുണ്ട്. ആ കോറിന്റെ മുകളിലാണ് എന്ത് ചുറ്റിയിട്ടുള്ളത്? ഈ ടേൺസ് ചുറ്റിയിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ കറണ്ടിനെ കുറിച്ച് പറഞ്ഞു. കറണ്ട് എത്രയാണ്? 11 ആംപിയർ തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ട് എത്രയാണ്? 3500 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ത് നോക്കൂ. ഈ കോറിന്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും. നമ്മൾ സാധാരണ ഇതിന്റെ ഒരു റേഡിയസ് എടുക്കുമ്പോൾ എങ്ങോട്ടാണ് എടുക്കുക? ഈ ടോറോയിഡിന്റെ സെൻട്രൽ പോർഷനിൽ നിന്നും ഈ കോറിന്റെ സെന്ററിലേക്ക് എടുക്കുക അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ആണ് അല്ലേ. ഉള്ളിലേക്കുള്ള റേഡിയസും പുറത്തേക്കുള്ള റേഡിയസും
അതിൻ്റെ മിഡിലായിക്കൊണ്ടാണ് നമ്മൾ ടോറോയിഡിൻ്റെ റേഡിയസ് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. അപ്പോൾ ഇന്നറും ഔട്ടറും തന്നാൽ അതിൻ്റെ മിഡിലായിരിക്കും നമുക്ക് റേഡിയസ്. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം, റേഡിയസ് ഈസ് ഈക്വൽ ടു 25.5 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. ദാറ്റ് മീൻസ് 25.5 into 10⁻⁻² meter. Okay, these are the given values. Then നമുക്ക് കാണേണ്ടത് ഫീൽഡ് ഇൻസൈഡ് ദ ടോറോയിഡ്. എവിടെയൊക്കെ കേസിലാണ്, ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടോറോയിഡ്. അതുപോലെ തന്നെ എന്തുണ്ട്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടോറോയിഡ്. അതുപോലെ ദ എംപ്റ്റി സ്പേസ് സറൗണ്ടഡ് ബൈ ദ ടോറോയിഡ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് എ പാർട്ട് നിങ്ങൾ നോക്കൂ. എ പാർട്ടിൽ നമുക്ക് കാണാൻ വന്നിട്ടുള്ളത് ഔട്ട്സൈഡ് ദ ടോറോയിഡ് ആണ് അല്ലേ. ടോറോയിഡിന്റെ പുറത്തെ ഫീൽഡാണ്. ടോറോയിഡിന്റെ പുറത്ത് ഫീൽഡ് നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഈ ടോറോയിഡ് അല്ലെങ്കിൽ ആ ഒരു സോളിനോയിഡ് ബെൻഡ് ചെയ്താണ് ടോറോയിഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിലാണ് ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഫീൽഡ് അവിടെയുള്ളത്, അർത്ഥം പുറത്ത് അത് വളരെ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് എഴുതാം, 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് നമുക്ക് എന്ത് എഴുതാം, ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദെൻ ബി പാർട്ടിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഈ കോറിന്റെ ഉള്ളിലുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ടോറോയിഡിന്റെ ആ സർക്കുലേറ്റ് ചെയ്ത് പോയ വയേഴ്സിന്റെ ഉള്ളിൽ ആ സ്പേസിൽ അവിടെയാണ് ഫീൽഡ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ബി പാർട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താ, ഫീൽഡ് അല്ലേ ഇൻസൈഡ് ദ ടോറോയിഡ് ബി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ഇക്വേഷൻ ആണ് സോളിനോയിഡിന്റെ അതേ ഇക്വേഷൻ. എത്ര ആയിരിക്കും അത്, μ0 ni. ഇവിടെ നോക്കൂ, ഐ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് 11 ആംപിയർ. സ്മോൾ എൻ എഴുതേണ്ടതുണ്ട്. സ്മോൾ എൻ അല്ല നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്താ അവിടെ തന്നിട്ടുള്ളത്, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എന്നും അതുപോലെ ഇതിന്റെ റേഡിയസും ആണ്. എങ്ങനെയാ അപ്പോൾ സ്മോൾ എൻ കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു സ്മോൾ എന് പകരം ഞാൻ ക്യാപിറ്റൽ എൻ ബൈ 2πr എന്ന് എഴുതുന്നു. എന്താ ക്യാപിറ്റൽ എൻ ബൈ 2πr എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ടോട്ടൽ ലെങ്ത്. എന്താ ടോട്ടൽ ലെങ്ത്, ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ, 2πr. അപ്പോൾ നോക്കൂ, r നമുക്ക് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എന്നും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ എൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ സ്മോൾ എൻ, യൂണിറ്റ് ലെങ്ത്തിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് അല്ലെങ്കിൽ ആ സർക്കംഫറൻസിന്റെ ലെങ്ത് കൊണ്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, സ്മോൾ എൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നമുക്ക് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ബി ഈക്വൽ ടു എന്ത് കൊടുക്കാം, ബി ഈക്വൽ ടു നോക്കൂ, ബി ഈക്വൽ ടു μ0 എന്ന് പറഞ്ഞാൽ എത്രയാ, 4π into 10⁻⁻7. then into n എന്ന് പറഞ്ഞാൽ 3500 into i എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 11 ആംപിയർ ആണ്. ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം, അവിടെ 2πr. ദാറ്റ് മീൻസ് 2πr ന്റെ വാല്യൂ നമ്മളിവിടെ ആവറേജ് വാല്യൂ കണ്ടെത്തി. എത്രയാണത്, 25.5 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ 24.5 into 10⁻⁻². അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. നോക്കൂ, μ0 ni by 2πr വാല്യൂ കൊടുക്കുക. ദെൻ ഇതിൽ നമ്മൾ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. നോക്കൂ, ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 3.02 into 10⁻⁻² ടെസ്ലയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ സെലക്ട് ചെയ്തു, μ0 ni. അതിൽ സ്മോൾ എന്നിന്റെ പകരം എന്ത് കൊടുത്തു, ക്യാപിറ്റൽ N by 2πr കൊടുത്തു. അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്താണ് ചെയ്ത് നോക്കിയാൽ 3.02 into 10⁻⁻² ടെസ്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ കോറിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ സാധിച്ചു. ദെൻ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇൻ ദ എംപ്റ്റി സ്പേസ് സറൗണ്ടഡ് ബൈ ദ ടോറോയിഡ്. അല്ലേ, ഇതിനുള്ളിൽ എംപ്റ്റി സ്പേസ് ഉണ്ട്. ഈ ടോറോയിഡിനാൽ ചുറ്റപ്പെട്ട ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതർത്ഥം ഈ കോയിലിന്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗത്തും ഫീൽഡ് എന്താണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കേസ്, ഒരു സോളിനോയിഡ് ആയാലും ടോറോയിഡ് ആയാലും അതിന്റെ ടേൺസിന്റെ ഉള്ളിലാണ് ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിന്റെ പുറത്തെന്തായിരിക്കും, ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. അത് ടോറോയിഡിന്റെ കേസ് ആകുമ്പോൾ വളച്ചു വയ്ക്കുമ്പോൾ അതിന്റെ ഔട്ടർ സൈഡിലും ഇന്നർ സൈഡിലും ഫീൽഡ് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. ആ ടേൺസിന്റെ ഉള്ളിലുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ ആണെന്ത്,
μ0 ni. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ പാർട്ടിന്റെയും സി പാർട്ടിനും ഒരേ ആൻസർ ആണ് എന്താണ് b equal to 0. ദെൻ അതിൽ ബി പാർട്ടിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് 3.02 into 10 raised to -2 ടെസ്ല. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An alpha particle of mass 6.65 into 10 raised to -27 kilogram and charge twice that of an electron but of positive sign travels at right angle to a magnetic field with a speed of 6 into 10 raised to 5 meter per second. The strength of the magnetic field is 0.2 Tesla. Then calculate the force on the alpha particle. And the second question, also calculate its acceleration. Clear? ഒരു മൂവ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിന് മുകളിൽ ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് നിങ്ങളത് വായിച്ചു നോക്കി ഗിവൺ ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതി ഏത് ഇക്വേഷൻ ആണോ എന്ന് സെലക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, ഈ 3 ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ എന്താണ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട 2 കേസാണ്. ഒന്നാമത്തെ കേസിൽ പറയുന്നത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്? ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെ ടോപ്പിക് നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു അത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് അല്ലേ. എന്താണത്? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ മൂവിങ് ചാർജ്. ക്ലിയർ? ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിച്ചിരുന്നു. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു അത്? F is equal to Q into V cross B. ക്ലിയർ? വെക്ടർ ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണാനുള്ളൂ. ഓക്കെ, ദെൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു, പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ. നോക്കൂ, തീറ്റ എത്രയാണ് നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ റൈറ്റ് ആംഗിൾ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തിനെ? വെലോസിറ്റി അല്ലെ. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വാല്യൂ സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് QVBക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Q ഈക്വൽ ടു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നോക്കൂ, Q നേരിട്ട് തരാതെ പറഞ്ഞിട്ടുള്ളത് ആൽഫ പാർട്ടിക്കിളിലെ ചാർജ് എന്ന് പറയുന്നത് പ്രോട്ടോണിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണെന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ ആണെന്നോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ എന്താണ്? ആറ്റോമിക് നമ്പർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജിന്റെ ഡബിൾ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്യൂവിന്റെ വാല്യൂ എത്ര കൊടുക്കാം? 2 into 1.6 into 10 raised to -19 എന്ന് കൊടുക്കാം. ദെൻ വെലോസിറ്റി നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട് 6 into 10 raised to 5. ദെൻ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ തന്നിട്ടുണ്ട്. എത്രയാണത്? 0.2. ക്ലിയർ? അപ്പൊ ഇതാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേണ്ട മെത്തേഡ്. ഇനി അതിന്റെ ഫൈനൽ ആൻസർ നമ്മളിത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ഇതാണ്. 3.84 into 10 raised to -14 ന്യൂട്ടൺ. ക്ലിയർ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി പോകുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിന്റെ ആൻസർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യനിൽ രണ്ടാമതൊരു പോർഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ആ പാർട്ടിക്കിളിന് കിട്ടുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും? നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, മാസ് ഉള്ള ഒരു ബോഡിയുടെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് മോഷനുമായി ബന്ധപ്പെട്ട ആക്സിലറേഷൻ കാണാനാണ്. നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ അറിയാം. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത മാസി ബോഡിയുടെ ആക്സിലറേഷൻ കാണുന്ന ഇക്വേഷൻ എന്താ? A equal to F/m. F നമ്മൾ കണ്ടുപിടിച്ചു, എമ്മിന്റെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. Therefore A equal to Fന്റെ ആൻസർ നമുക്ക് കിട്ടിയത് 3.84 into 10 raised to -14 divided by m. എമ്മിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6.65 അല്ലെ. 6.65 into 10 raised to
27 കിലോഗ്രാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഇതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5.77 ഇൻറ്റു 10⁻12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ടും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അവിടെ ഫോഴ്സും അതിന്റെ ആക്സലറേഷനും നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടുപിടിക്കാൻ സാധിച്ചു. അതാണ് നമ്മൾ ടോപ്പിക് പഠിക്കുമ്പോൾ അത് ഇക്വേഷൻസ് പ്രധാനമായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ഡെറിവേഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. നമുക്ക് ക്വസ്റ്റ്യൻ ഡെറിവേഷൻസ് 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാറുണ്ട്. കൂടെ ആ ഫൈനൽ ആൻസർ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ എപ്പോഴും ഓരോ ഇതിന്റെയും ഫൈനൽ ആൻസർ നമുക്ക് വേണ്ടി വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A positive charge of 1.5 microcoulomb is moving with a speed of 2 × 10⁻6 meter per second along the positive x-axis. A magnetic field B equal to 0.2J plus 0.4K Tesla acts in space. Find the magnetic force acting on the charge. Clear? അപ്പോൾ ഇവിടെയും നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ക്ലിയർ ആണത്. ചാർജ് തന്നിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ്, അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ വാല്യൂസ് ആയിട്ട് എടുക്കാം. Q ഈക്വൽ ടു നമുക്ക് എത്ര തന്നിട്ടുണ്ട് നോക്കൂ, 1.5 മൈക്രോ മീൻസ് 10⁻⁻6. അപ്പോൾ Q നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വാല്യൂസ് അങ്ങ് എഴുതിയെടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ വാല്യൂസ് തന്നതാണ്, ക്വസ്റ്റ്യൻ എന്താണ്, ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പിന്നീട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ Q തന്നിട്ടുണ്ട്. മറ്റൊന്ന് നമുക്കൊരു ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ, മീൻസ് വെലോസിറ്റി എത്രയും തന്നിട്ടുണ്ട്. V ഈക്വൽ ടു എത്രയാണ്, 2 × 10⁻6 2 × 10⁻6 മീറ്റർ പെർ സെക്കൻഡ് അത് തന്നിട്ടുണ്ട് അല്ലേ. എങ്ങോട്ടാണ് തന്നിട്ടുണ്ട്, എവിടെ എങ്ങോട്ടാ, അലോങ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. എന്തിനാണ് തന്നിട്ടുള്ളത്, അതിന് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ നമ്മൾ യൂണിറ്റ് വെക്ടർ വെച്ചാണ് എന്ത് ചെയ്യാറ്, റെപ്രസെന്റ് ചെയ്യാറ്. പോസിറ്റീവ് എക്സ് ആക്സിനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ എന്താണ്, I ആണ് അല്ലെ, I ക്യാപ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ 2 × 10⁻6 I ക്യാപ് എന്ന് കൊടുക്കാം അല്ലെ. അത്രയും എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ എന്തുകൂടി വന്നു, ഡയറക്ഷൻ കൂടി വന്നു എന്ന് മനസ്സിലാക്കുക. ദെൻ അങ്ങനെയുള്ള ഒരു ചാർജർ പാർട്ടിക്കിൾ ഇത്രയും വെലോസിറ്റിയിൽ പോകുന്നത് ഏത് മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് തന്നിട്ടുണ്ട്. B ഈക്വൽ ടു നോക്കൂ, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്, 0.2J പ്ലസ് 0.4K. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ കാണേണ്ടത് എന്താ, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്. ആ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നോക്കൂ, ഇവിടെയും അത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം എന്താ, മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജർ പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പോവുകയാണ്. പക്ഷെ ഇവിടെ തന്ന വാല്യൂസ് ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഒരു പ്രശ്നമായി മാറില്ല. നമുക്ക് ആദ്യം ഇക്വേഷൻസിലേക്ക് പോകാം. എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? സിംപ്ലി നമുക്കറിയാം, ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F is equal to Q into V ക്രോസ് ബി. ക്ലിയർ? ഇത് നമുക്ക് അറിയാവുന്നതാണ്. V ക്രോസ് ബി നെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? പക്ഷെ നമുക്കിവിടെ വിയും ബിയും വെക്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴും വെക്റ്റർ ഫോമിൽ തന്നെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അത് മാത്രമാണ്. അത് നമുക്ക് പ്രയാസമല്ല. നമ്മൾ ഫസ്റ്റ് ഇയർ കൃത്യമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഇത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂവിന്റെ വാല്യൂ നോക്കൂ. ക്യൂവിന്റെ വാല്യൂ 1.5 × 10⁻6. ദെൻ വിയുടെ വാല്യൂ നമുക്ക് എത്രയാണ്, 2 അല്ലേ. 2 × 10⁻6 എന്നാണ് വിയുടെ വാല്യൂ ഉള്ളത്. അപ്പോൾ 2 × 10⁻6 എത്ര എങ്ങോട്ടാണത്, I ക്യാപ്പ് ആണ് അല്ലേ. ദെൻ ക്രോസ്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് കൊടുക്കാം. ക്രോസ് ബിയുടെ വാല്യൂ എത്രയാണ്, 0.2J പ്ലസ് 0.4K. അത് നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് വേറെ ആയിട്ട് തന്നെ വെക്കാം. അത് Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ×
-6. നോക്കൂ, ഇനി ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് നടത്തണം. ക്രോസ് പ്രൊഡക്റ്റ് എന്ത് ഒബേ ചെയ്യും നമുക്കറിയാം, അവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടേമിനെ രണ്ടാമത്തെ ടേമിലെ ഓരോന്നിനെ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 × 10⁶ എന്തുകൊണ്ട് പ്രൊഡക്റ്റ് കാണണം? 0.2 കൊണ്ട് പ്രൊഡക്റ്റ് കാണണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 2 × ഇവിടെ എത്ര വരുന്നത്? 0.2. ദാറ്റ് മീൻസ് 0.4 × 10⁶ അല്ലേ? 2 × 0.2 0.4, ഇവിടെ 10⁶ ഉണ്ടായിരുന്നു. പിന്നെ നോക്കൂ, I ക്രോസ് J ആണ് വരുന്നത് അല്ലേ? I ക്രോസ് J എന്ന് പറഞ്ഞാൽ നമുക്കറിയാം I ക്രോസ് Jയുടെ വാല്യൂ എത്രയാണ്? K ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇയർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. I ക്രോസ് J = എത്രയാണ്? K ആണ്. ദെൻ അടുത്ത പാർട്ട് നോക്കൂ, 2 × 10⁶ I 0.4 K യുമായിട്ട് എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അഗെയിൻ 2 × 0.4 എന്താണ്? 0.8 ആണ്. ഇതിന്റെ കൂടെ തന്നെ 10⁶ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ദെൻ അതിന്റെ കൂടെ നോക്കൂ വരുന്നത് I ക്രോസ് K ആണ് അല്ലേ? I ക്രോസ് K ആണ്. IJK നമ്മൾ നോക്കൂ, IJK നമ്മളിങ്ങനെ റൗണ്ട് ഇട്ട് പഠിച്ചവരാണ്. I ക്രോസ് J ആണെങ്കിൽ എന്തായിരിക്കും? K. J ക്രോസ് K എന്തായിരിക്കും? I. K ക്രോസ് I എന്തായിരിക്കും? J. ഓപ്പോസിറ്റ് ആണെങ്കിൽ എല്ലാത്തിനും എന്ത് കൊടുക്കണം? മൈനസ്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ചെയ്തത് I ക്രോസ് J ആയിരുന്നു. I ക്രോസ് Jയുടെ വാല്യൂ നമ്മൾ K എന്ന് കൊടുത്തിരുന്നു. രണ്ടാമത് ചെയ്യാനുള്ളത് നോക്കൂ, I ക്രോസ് K ആണ് അല്ലേ? നോക്കൂ, I ക്രോസ് K എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. I ക്രോസ് K വരുമ്പോൾ റിസൾട്ട് എന്ത് എഴുതണം? -J എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ ആ മൈനസ് ഞാൻ ഇവിടെ കൊടുക്കാം, -J എന്ന് എഴുതണം. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ ആയിട്ട് അത് മാറും. ഇനി നമുക്ക് ഈ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം നോക്കൂ, 1.5 × 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും നോക്കൂ? 0.6 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0.6. ഇവിടെ നിന്നുള്ള 10⁻⁻6 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 10⁻6. പരസ്പരം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യപ്പെടും. കൂടെ എന്താ ഉള്ളത്? K ക്യാപ് മൈനസ്. അടുത്ത് നോക്കൂ, 1.5 × 0.8 ആണുള്ളത് അല്ലെ? ആൻസർ വരിക 1.2. കൂടെ ഉള്ളത് എന്താ? J ആണ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ്? 0.6 K മൈനസ് 1.2 J. ഫോഴ്സ് ആണല്ലോ, ഫോഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിനെന്ത് കൊടുക്കാം? യൂണിറ്റ് ന്യൂട്ടൺ എന്ന് കൊടുക്കാം. കാരണം നമുക്ക് നേരത്തെ തന്നൊക്കെ SI യൂണിറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസറും SI യൂണിറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ലോറൻസ് ഫോഴ്സിന്റെ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ, വെക്റ്റർ ഫോമിൽ വരാം എന്നർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. നമുക്ക് ക്രോസ് പ്രൊഡക്റ്റുകൾ നമ്മൾ പഠിച്ചതുകൊണ്ട് അതിനാണ് നമ്മൾ നേരത്തെ ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമുക്ക് എന്തിനാണ് ഇത് പഠിച്ചത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മളത് യൂസ് ചെയ്തു. നോക്കൂ, Q × V ക്രോസ് B. V ക്രോസ് Bയിൽ കൃത്യമായിട്ട് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ദെൻ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഫൈനൽ ആൻസർ കിട്ടിയത് 0.6 K മൈനസ് 1.2 J ന്യൂട്ടൺ എന്നാണ്. ക്ലിയർ? ഇപ്പോൾ ലോറൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A 5 mega electron volt proton is falling vertically downward through a region of magnetic field 1.5 Tesla acting horizontally from south to north. Find the magnitude and direction of magnetic force exerted on the proton. Okay, ഇതും ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രോട്ടോൺ എന്ത് ചെയ്യാണ്? നേരെ താഴേക്ക് ഫോൾ ചെയ്യാണ് അല്ലേ? ഇങ്ങനെ വീഴാണ്. അപ്പോൾ പ്രോട്ടോൺ ആണ് വരുന്നത്. ദെൻ അത് മൂവ് ചെയ്യുന്നത് എന്തിലൂടെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്തൂടെയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. B = എത്രയാണ് തന്നിട്ടുണ്ട്? B = 1.5 ടെസ്ലയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടെ പറയുന്നത് ഈ ബിയുടെ ഡയറക്ഷൻ പറയുന്നുണ്ടല്ലേ, ആക്ടിങ് ഹൊറിസോണ്ടലി ഫ്രം
സൗത്ത് ടു നോർത്ത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതെന്താ? വെലോസിറ്റി ഡയറക്ഷൻ അല്ലേ? ഫോൾ ചെയ്യുന്നത് താഴേക്കാണ്. ഫീൽഡ് എങ്ങനെയാണ്? എവിടെ നിന്ന് എവിടേക്കാണ്? ഇവിടെ പറയുന്നത് എവിടെ നിന്നാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ താഴേക്ക് വീഴുന്നത് ഒരു പ്രോട്ടോൺ ആണെന്നും അതിന്റെ എനർജിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്. അവിടെ നോക്കൂ. അപ്പോൾ ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സെയിം കേസ് ആണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ അതിന്റെ എനർജിയാണ്. താഴേക്ക് വീഴുന്ന ഒരു ബോഡിയുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജി എത്രയാണ് തന്നിട്ടുണ്ട്? 5 MeV ആണ് തന്നിട്ടുണ്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഇപ്പൊ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ജൂളിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ MeV നമ്മൾ ജൂളിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. ദെൻ ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാം. ഏതാ ഇക്വേഷൻ? F is equal to Q into V cross B ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അറിയാം. നോക്കൂ, വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് V ആൻഡ് B? 90 ഡിഗ്രി ആണല്ലേ ഇവിടെ, 90 ഡിഗ്രി. ദെൻ ഇക്വേഷൻ സിംപ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി? QVB ചെയ്താൽ മതി. പക്ഷേ ഇവിടെ പ്രശ്നം, നമുക്ക് പ്രോട്ടോൺ ആയതുകൊണ്ട് ചാർജ് അറിയാം, 1.6 into 10 raised to minus 19. ഫീൽഡ് തന്നിട്ടുണ്ട്, പക്ഷെ എന്തറിയില്ല? വെലോസിറ്റി അറിയില്ല. താഴേക്ക് ഫോൾ ചെയ്യുമ്പോൾ വെലോസിറ്റി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അഡീഷണൽ ക്വാണ്ടിറ്റി എന്താണ്? കൈനറ്റിക് എനർജി ആണല്ലേ? അപ്പൊ താഴേക്ക് വീഴുന്ന ബോഡിയുടെ കൈനറ്റിക് എനർജി കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് mv² ആണ്. ഇതിൽ നിന്ന് വേണം നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ഈ കൈനറ്റിക് എനർജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, മാസ് നമുക്കറിയാം, പ്രോട്ടോണിന്റെ മാസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. v ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് നോക്കൂ 2 into കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ m അല്ലെ? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into കൈനറ്റിക് എനർജി എത്രയാണ് നമ്മൾ പറഞ്ഞു? 5 MeV ആണ്. 5 into മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. മെഗാ എന്ന് പറയുമ്പോൾ എത്രയത്? 10 raised to 6 ആയി അല്ലേ? മറ്റൊന്ന് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് നമുക്കറിയാം. പക്ഷെ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 19 ജൂൾസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇൻറ്റു 1.6 into 10 raised to minus 19 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഡിവൈഡഡ് ബൈ m മാസ് ഓഫ് ദ പ്രോട്ടോൺ. അത് നമുക്കറിയാം എത്രയാണ്? 1.6 into 10 raised to minus 27 കിലോഗ്രാം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 3.16 into 10 raised to 7 എന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്നാലേ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ കിട്ടിയത് 3.16 into 10 raised to 7 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഇനി എന്ത് കാണണം? ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ഈ വാല്യൂ ഇവിടെ നിർത്താം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എഴുതാം. എന്തായിരുന്നു ഇക്വേഷൻ? F is equal to QVB. F is equal to Q into V into B. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. Q എന്താ? ചാർജ് ഓഫ് പ്രോട്ടോൺ നമുക്കറിയാം, 1.6 into 10 raised to minus 19. V ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 3.16 into 10 raised to 7. B നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1.5 ടെസ്ലയാണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫോഴ്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടുന്ന ആൻസർ ഇതാണ്, 7.58 into 10 raised to minus 12 ന്യൂട്ടൺ. ക്ലിയർ? അപ്പൊ ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ 7.58 into 10 raised to minus 12 ന്യൂട്ടൺ. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. പക്ഷെ നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ടായിരുന്നില്ല? വെലോസിറ്റി തന്നിട്ടുണ്ടായിരുന്നതിന് പകരം കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഈ രീതിയിൽ തന്നെ ആവുന്നില്ല. അപ്പൊ വെലോസിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാതെ പകരം വേറെ ക്വാണ്ടിറ്റി വന്നാൽ ആദ്യം നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്ത് ഇവിടെ 90 ആയതുകൊണ്ട് ക്യൂവും വിയും ബിയും മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ അവിടെ നമുക്ക് 90 എന്ന് അറിയുന്നത് കൊണ്ട് ദെൻ സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂവും
യും ബിയും തന്നിട്ടുണ്ടായിരുന്നു. വി നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അത്തരം കൺവേർഷൻസ് ഒക്കെ വരാം, അത് നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ കിട്ടിയ എത്രയാണ്? 7.58 into 10⁻⁻12 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ ഡയറക്ഷൻ കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഡയറക്ഷൻ എങ്ങനെ കാണാം? ഡയറക്ഷൻ കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. എന്താണ്? നമ്മൾ ഇടത് കൈയുടെ ഈ ഫിംഗേഴ്സ് ഈ രീതിയിൽ പിടിക്കുക. ഫോർ ഫിംഗർ എന്തിനാ ഡയറക്ഷനിൽ പിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞു. ദെൻ നോക്കൂ, ഇങ്ങനെ പിടിക്കുമ്പോൾ മിഡിൽ ഫിംഗർ നിൽക്കുന്നത് താഴേക്കാണ്, പ്രോട്ടോൺ വീഴുന്നത് അങ്ങോട്ട് തന്നെയാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് താഴേക്ക് പോവാന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് അത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗറിൽ എടുക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഫീൽഡ് എങ്ങോട്ട്? ഇതാ റൈറ്റ് സൈഡിലേക്കും കറണ്ട് താഴേക്കും ആയാൽ ഈ സ്ട്രെച്ചഡ് തമ്പ് എങ്ങോട്ടാണോ നിൽക്കുന്നത് അതാണ് എന്തിന്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ആ റൂൾ അടിസ്ഥാനത്തിൽ നോക്കൂ, ഔട്ട്വേർഡ് ആണ് ഫീൽഡ്. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് എന്നുള്ള പറയുന്ന ഡയറക്ഷൻ ഏതാണെന്ന് പറയാം. ഔട്ട്വേർഡ് എന്ന് എഴുതിയാലും മതി, പക്ഷെ ഇവിടെ നമുക്ക് സൗത്തും നോർത്തും തന്നുകൊണ്ട് ആ പുറത്തുള്ള ഡയറക്ഷൻ ഏതാ അറിയണം. നോക്കൂ, നമ്മൾ പറഞ്ഞു ഇവിടെ ഫീൽഡ് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഞാൻ നോർത്തിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡ് ഏതായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എങ്ങോട്ടാണ് നമുക്ക് പറയാം? ഈസ്റ്റിലേക്കാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ആൻസറിന്റെ കൂടെ എന്ത് എഴുതാം? ടുവേർഡ്സ് അല്ലേ, ഈസ്റ്റ് എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ കൂടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളോ അല്ലെങ്കിൽ തമ്പ് റൂളോ ഗ്രിപ്പ് റൂളോ ഒക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ആ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി വെക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ സെയിം ആൻസർ വിത്ത് ഡിഫറെന്റ് ഡയറക്ഷൻ വരും. അപ്പോൾ ഡയറക്ഷൻ തെറ്റിയാലും നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.